എതിർക്കുമെന്ന് പറഞ്ഞാൽ എട്ടവും വലവും നോക്കാതെ ഞങ്ങൾ ചെയ്തിരിക്കും. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി സൗജന്യ യാത്ര വെളുപ്പിന് 6 മണി മുതലാക്കണം. 6 മണി മുതൽ ഒരു സംശയവും അതിന് വേണ്ട. ഇങ്ങനെ എന്റെ അഭിപ്രായത്തിൽ അത് വെളുപ്പിന് 4 മണിക്ക് പോലും തുടങ്ങണം എന്നാണ്. 6 മണി തൊട്ടെങ്കിലും തുടങ്ങണം. വൈകിട്ട് 6 മണി വരെ കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കണം എന്ന് PK ശ്രീമതി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് അങ്ങോട്ട് പറയാം. അപ്പൊ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ടീച്ചറെ ഇത് സമയബന്ധിതമല്ലല്ലോ, ഇത് കൃത്യമായിട്ട് ഏത് സമയത്തും സൗജന്യ യാത്ര ഓർഡിനറി ബസ്സാണോ? ഓർഡിനറി ബസ്സിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിറ്റി ഫാസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, കുറെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഓർഡിനറി ബസ്സാണോ അതിന് സമയം പ്രശ്നമല്ല, എപ്പോഴും കിട്ടും. അങ്ങനെയാണോ? ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. അല്ല, അങ്ങനെയല്ല ടീച്ചറെ, ഉറപ്പായിട്ടും സമയം ഒന്നുമില്ല. എപ്പോ കയറിയാലും സ്ത്രീയാണോ കയറുന്നത് ഓർഡിനറി ബസ്സിലാണോ കിട്ടിയിരിക്കും. അത് ശരി, അബദ്ധമായി എന്ന് മനസ്സിലായി PK ശ്രീമതി സ്പോട്ടിൽ മലക്കം മറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞു അങ്ങോട്ട് എതിർക്കാൻ പുറപ്പെട്ടിറങ്ങിയിരിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും, വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല LDF-ന്. കൃത്യമായി ഒരു എഡ്ജ് എടുത്ത് പോകുന്നുമുണ്ട് UDF. വലിയ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ അവർ ചെയ്യുന്നില്ല, ഒക്കെ ഉണ്ടെങ്കിലും നിലവിൽ ഏറ്റവും ബെസ്റ്റ് സേഫ് പ്ലേസ് പ്രതിപക്ഷത്തിന് ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം ഈ നാട് ഭരിച്ചവരാണ്. ഈ നാട് ഭരിച്ചവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു. ഈ ട്രാഫിക് ബ്ലോക്കിനെ മാറ്റണം, ഈ പണി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫ്ലക്സും ഒരു പ്രതിഷേധ കൗൺസിലിന്റെ ഒരു ഫ്ലക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന കമന്റുകൾ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 10 വർഷം ഇല്ലാതിരുന്ന ഈ ഒരു പ്രശ്നം ഇപ്പോഴാണോ ആ സ്ഥലം ഉണ്ടായത്, മിനിങ്ങാന്നുണ്ടായതാണോ, ഇന്നലെ ഉണ്ടായ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു വർഷമെങ്കിലും UDF-നെ അവരുടെ പാട്ടിന് വിടുകയാണ്, അവരുടെ രീതിയിൽ വിടുകയാണ് നല്ലത് എന്നതാണ്. ശക്തമായ കേന്ദ്ര നേതൃത്വത്തിനോട്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട്, അതുപോലെ ഇവിടെ എതിർക്കേണ്ട വലിയ കാര്യങ്ങളെ ശക്തമായി എതിർത്ത് UDF-ന് ഒരു സമയം കൊടുക്കാനുള്ള മാന്യത പിണറായി വിജയൻ ആദ്യ സമയത്ത് പറഞ്ഞ, പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. അത് കൊടുക്കുന്നതായിരിക്കും സേഫ് സൈഡ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം ഈ നാട് ഭരിച്ചവർ ഇറങ്ങി വന്ന് നിന്ന് ഉടനടി ഓരോ കാര്യങ്ങളും നന്നാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ഔചിത്യബോധം വലിയത് തന്നെയാണ്. P രാജീവ് പറഞ്ഞ പോലെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ക്യാമ്പയിന് UDF ഉണ്ടെന്ന് മുഖത്തടിച്ച് ഈ നാട്ടിലെ ജനം മറുപടി തന്നത് ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ് തെറ്റുതിരുത്തുമെന്ന് പറഞ്ഞു P രാജീവ് പോലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് ഈ പാർട്ടി വന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ എതിർക്കാൻ വേണ്ടി എതിർക്കാതെ കാര്യമുള്ളതിന് എതിർക്കുക എന്നുള്ളതാണ്. അപ്പൊ PK ശ്രീമതിയൊക്കെ രാവിലെ ഇന്ന് ഞാൻ സൗജന്യ ബസ് യാത്രയെ എതിർക്കും, അതിലൊരു സംശയവും വേണ്ട, പഠിക്കാതെ, സാധാരണ ജനങ്ങൾ പറയുന്ന പോലെയല്ലോ പഠിക്കാതെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എന്തായാലും അബദ്ധമായി പോയി ശ്രീമതി ടീച്ചറിന്റെ പ്രസ്താവനയും അതിനുശേഷമുള്ള സോറി പറച്ചിലുമല്ല.